ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടൂൾസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മേക്ക് ഓവർ വീഡിയോസിലായാലും അല്ലാത്ത ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് ടൂൾസാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അച്ഛനും ഹസ്ബൻഡും ഒക്കെയാണ്. സോ അവരെനിക്ക് പറഞ്ഞു തന്ന കുറച്ച് ഡീറ്റെയിൽസും അതിൻ്റെ റിവ്യൂ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഒരു വാൾപേപ്പറാണ് കിച്ചണിലേക്ക് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹാൻഡിൽ വാങ്ങിയിരുന്നു. പക്ഷേ ആ സ്ക്രൂവിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണ്. സോ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫിക്സ് ചെയ്യാൻ ഓൾറെഡി ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അതിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഒരു ഹോൾ വേണം. സോ അതിനുവേണ്ടി നമ്മളൊരു ഡ്രില്ല് യൂസ് ചെയ്തൊരു ഹോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഹോളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം സ്ക്രൂ നമുക്ക് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇതൊരു മാഗ്നറ്റിക് സ്ക്രൂ ഡ്രൈവറാണ്. നല്ല ഈസി ആയിട്ട് സ്ക്രൂ ടൈറ്റൻ ചെയ്യാനും അതുപോലെ അത് ലൂസൺ ചെയ്യാനും പറ്റുന്ന ഒരു ടൂളാണ്. അങ്ങനെ ഹാൻഡിൽസിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു. നല്ല സ്ട്രോങ് ആണ് ഹാൻഡിൽസ്. വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത കുറച്ച് ടൂൾസാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ആ മാഗ്നറ്റിക് സ്ക്രൂ ഡ്രൈവർ. ബ്ലാക്ക് ആൻഡ് ഡെക്കർ കമ്പനിയുടെ ഒരു സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ ഈ ബട്ടണിൽ നമുക്ക് പ്രസ് ചെയ്താൽ അപ്വേർഡും ഡൗൺവേർഡും ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്താൽ അത് വർക്ക് ചെയ്യും. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ബാറ്ററിയാണ്. അപ്പോൾ ഈ സോക്കറ്റിലാണ് നമ്മൾ 4 ബാറ്ററി സെറ്റ് കൊടുക്കുന്നത്. ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററീസാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററീസാണ്. നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നൊരു ഹാൻഡിലാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. ഏകദേശം 500 വോൾട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണ്. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്തിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോക്കറ്റിലേക്ക് നമ്മൾ ഡ്രിൽ ബിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഡ്രിൽ ബിറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കീ ഉണ്ട്. അപ്പോൾ ആ കീ വെച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഡ്രിൽ ബിറ്റ് അതിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ഏത് വോളാണോ അവിടേക്ക് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ഡ്രിൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വോളിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ക്രൂകൾ ഒരു പ്ലഗ് ഇട്ടതിന് ശേഷം ഫിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സേഫും ലോങ് ലാസ്റ്റിംഗ്. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഒരു മൾട്ടിപർപ്പസ് ടൂൾ സെറ്റാണ്. ഇതിൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നൈഫ്, സിസേഴ്സ്, അല്ലാതെ ഓപ്പണേഴ്സ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട്, നല്ല ഷാർപ്പുമാണ്. നമ്മുടെ കൈയൊക്കെ വെറുതെ ഒന്ന് തട്ടിയാൽ തന്നെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു കോർക്ക് ഓപ്പണറാണ്. അതുപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട്. ഇനി നമുക്കിത് ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബാഗിലൊക്കെ കൊളുത്തി വെക്കാനും ഇവിടെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് ലാൻഡ് ചെയ്യാം. അതല്ല എങ്കിൽ ഇതുപോലത്തെ ഒരു പൗച്ച് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അതിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി കാണിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ചെറിയ മുറികളുള്ള വീടുകളിലേക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു സിംഗിൾ കട്ടിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഡബിൾ കട്ടിലായിട്ട് ചേഞ്ച് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ഈ എക്സ്റ്റൻഷനിൽ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് താഴേക്ക് തൂക്കിയിടാം. അല്ലാതെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് അൺലോക്ക് ചെയ്തിട്ട് സേഫായിട്ട് കിടക്കാനും പറ്റും. അപ്പം അതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ബ്രാക്കറ്റാണ്. ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രാക്കറ്റാണ്. ഇത് നമുക്കിതാ ഇവിടെ നിന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ചെയ്തെടുക്കാം. അതുപോലെ ഇതിന് 2 പെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 2 പെയർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് പ്ലൈവുഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ പ്ലൈവുഡൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഇതിൻ്റെ ഒപ്പം ഒരു സ്ക്രൂ അവർ കൊടുത്തിട്ടുണ്ട്. സ്ക്രൂവും പ്ലഗും എല്ലാം ആ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വുഡൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ഇതൊരു ജിക്സോ ആണ്. ഇവിടെയാണ് നമ്മൾ ആ ജിക്സോയുടെ ബ്ലേഡ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഏകദേശം 700 വോൾട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജിക്സോ ആണ്. നല്ല ക്യൂട്ട് ഡിസൈനുമാണ്. സേഫായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കണക്ടർ ഇതാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയ ഒരു ബ്ലേഡ് സെറ്റാണിത്. ഇത് നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് സെറ്റാണ്. അതിൽ അളവ് കൊടുത്തിട്ടുണ്ട്, എത്രയാണ് അതിൻ്റെ സൈസ് എന്ന് വരുന്നതെന്ന്. അതേപോലെ തന്നെ കുറേ പെയർസ് വുഡിനും 2 പെയർ സ്റ്റീലിനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താണ് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെ നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡസ്റ്റൊക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏതാണോ ബ്ലേഡ് വേണ്ടത് അത് യൂസ് അനുസരിച്ച് ബ്ലേഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ സോക്കറ്റിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വർക്ക് ചെയ്യാൻ തുടങ്ങും.
എവിടെയാണോ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് ഒരു കേബിൾ വൈൻഡർ ആണ്. ഇവിടെ നമുക്ക് മെയിൻ ഒരു പ്രോബ്ലം ഉണ്ടാകാറുള്ളത് എല്ലാ കേബിൾസും കൂടെ കണക്ട് ചെയ്തൊരു കുരുക്കായി കിടക്കാറുണ്ട്. അപ്പോൾ അത് പിന്നെ അഴിച്ചെടുക്കുന്ന ഒരു വലിയ പണിയാണ്. സോ അതിനൊരു സൊല്യൂഷനാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഈ കേബിളിലേക്ക് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈൻഡ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വൈൻഡ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു ഗ്രൈൻഡർ ആണ്. ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് സെറ്റ് വന്നിരിക്കുന്നത്. ഇതുപോലെ കുറേ അധികം ബ്ലേഡ്സും നമുക്ക് ആ സെറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഈ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം എത്ര സ്പീഡിലാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് മെഷീൻ സ്റ്റാർട്ട് ചെയ്താൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് സ്ക്രൂ ഒക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ ഹാൻഡിലിൻ്റെ സ്ക്രൂ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്ത ആ സർഫസ് ഒക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതിൻ്റെ എഡ്ജസ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ സ്ക്രൂ ഒന്ന് നല്ല പ്രോപ്പറായിട്ട് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷാർപ്പൻ ചെയ്തുകൂടെ കൊടുക്കാം. നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഗ്ലൗസ് ആണിത്. നല്ല സേഫ് ആയിട്ടുള്ള ഗ്ലൗസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു ഗ്ലൗസ് ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് കട്ട് ചെയ്താൽ പോലും അത് ബ്രേക്ക് ആവില്ല. നെക്സ്റ്റ് വൺ ഒരു സേഫ്റ്റി ഗ്ലാസ് ആണ്, ഒരു ഗൂഗിൾസ്. നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് പൊടിയും അല്ലാണ്ട് ഇതുപോലെ തീപ്പൊരിയൊക്കെ കണ്ണിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് സേഫായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. ഞാൻ കിച്ചണിൽ ഇതൊന്ന് യൂസ് ചെയ്താലെന്ന് ആലോചിക്കുക. സവോള എരിയുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.